കടുത്ത വേനലിലും വരൾച്ചയിലും കൃഷിനാശമുണ്ടായ പ്രദേശങ്ങളിൽ കൃഷിവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ EN സഫിയ, കുന്നമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MK ശ്രീവിദ്യ, FIB ഡെപ്യൂട്ടി ഡയറക്ടർ അമ്പിളി എന്നിവരടങ്ങുന്ന സംഘമാണ് വരൾച്ചാ പ്രദേശങ്ങൾ സന്ദർശിച്ചത്. കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപും സംഘത്തെ അനുഗമിച്ചു. വരൾച്ചയിൽ മാവൂരിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി പേരുടെ വാഴകൃഷികൾ നശിച്ചിരുന്നു. വെയിൽ താങ്ങാനാവാതെ നിരവധി വാഴകളാണ് നിലംപൊത്തിയത്. ഇവ സംബന്ധിച്ച് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി റിപ്പോർട്ട് നേരത്തെ സമർപ്പിച്ചിരുന്നതാണ്. ഇവ പരിശോധിച്ച് വിലയിരുത്തുന്നതിനും തുടർ നടപടി സ്വീകരിക്കുന്നതിനും ബ്ലോക്ക് തല സംഘത്തെ നിയോഗിച്ചിരുന്നു. ഈ സംഘമാണ് മാവൂർ, മുക്കം, കാരശ്ശേരി, കൊടിയത്തൂർ പഞ്ചായത്തുകളിൽ പരിശോധന നടത്തിയത്. കുന്നമംഗലം ബ്ലോക്കിന് കീഴിലുള്ള 9 പഞ്ചായത്തുകളിലുള്ള കൃഷിനാശം വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോക്ക് തല ടീം നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ ടീം ഇപ്പോൾ എല്ലാ കൃഷിനാശം ഉണ്ടായിട്ടുള്ള ഫീൽഡുകളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാരശ്ശേരി, കൊടിയത്തൂർ, മാവൂര്, മുക്കം എന്നീ പഞ്ചായത്തുകളാണ് സന്ദർശനം നടത്തിയിട്ടുള്ളത്. ഇവിടെ കൂടുതലായിട്ടും വാഴയ്ക്കാണ് ഈ വരൾച്ചയും ജലക്ഷാമം മൂലമുള്ള നാശനഷ്ടം കൂടുതലായിട്ടും ഉണ്ടായിട്ടുള്ളത്. ഇതുകൂടാതെ ജാതി, കുരുമുളക് എന്നിവയ്ക്കും നല്ല ഉണക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വിളകളിലും തന്നെ ഈൽഡ് ലോസ് വളരെ സാരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. വാഴയിൽ നമുക്ക് ഇപ്പോൾ ഈ ചൂടിൻ്റെ കാരണം കൊണ്ട് തന്നെ കുലച്ചതും കുലക്കാത്തതുമായ വാഴ ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂപ്പത്താത്ത വാഴയായതുകൊണ്ട് തന്നെ വാഴക്കൊലകൾ കർഷകർക്ക് വിപണനം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതുകൂടാതെ തന്നെ ചൂടിൻ്റെ കാരണം കൊണ്ടും കുലച്ച മൂപ്പത്തിയ വാഴക്കുലകൾ പഴുക്കാത്ത ഒരു പ്രശ്നം കർഷകർ ഉന്നയിക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് വിപണനം വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കർഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരൾച്ച കൊണ്ടുള്ള ആഘാതത്തിനെ കുറിച്ചിട്ടുള്ള ഒരു മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വാഴ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നല്ല പരമ്പരാഗത രീതിയിൽ അതേപോലെ തന്നെ പുതിയ ടെക്നിക്സും അഡോപ്റ്റ് ചെയ്ത് കൃഷി ചെയ്യുന്ന കർഷകരാണ് ഇവിടുത്തെ ഭൂരിഭാഗം പേരും. വളരെ നന്നായിട്ട് വാഴ പരിപാലിച്ചു കൊണ്ടുവരുന്ന ഈ കർഷകർക്കൊക്കെ ഇപ്രാവശ്യത്തെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഒരു തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ മൊത്തം ഏരിയയുടെ ഒരു 10% നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മൂപ്പെത്താതെ വാഴക്കൊലകൾ ഒടിഞ്ഞു വീഴുക, മൂപ്പെത്തിയത് പഴുക്കാതിരിക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളും കർഷകർ ഉന്നയിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു എത്രത്തോളം ഇത് രൂക്ഷമായിട്ടുണ്ട് എന്നുള്ള ഒരു അസസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ബ്ലോക്ക് തലത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് വിവിധ കർഷകരുടെ പ്ലോട്ട് നമ്മൾ സന്ദർശിക്കുകയും അതേപോലെ തന്നെ അതിന് മുന്നേ തന്നെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പ്ലോട്ടുകൾ സന്ദർശിച്ച് കർഷകർക്ക് എത്രമാത്രം ലോസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് നമുക്ക് കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. മാവൂർ കൃഷിഭവന് കീഴിൽ പാറമൽ, ആയംകുളം, തെങ്ങിലക്കടവ് ഭാഗങ്ങളിലാണ് പരിശോധന നടത്തിയത്. വരൾച്ചയിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് പാക്കേജ് പ്രഖ്യാപിക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. Kadodi Gold and Diamonds, Mavur, Puvattuparambur.